ദിവസമായി അതിശക്തമായ മഴ പെയ്യുകയാണ്. സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും ജീവിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. കാരണം ശക്തമായ കാറ്റിനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തിരുവനന്തപുരം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾക്ക് യെല്ലോ അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ ശ്രീനന്ദ തിരുവനന്തപുരത്ത് നിന്ന് നൽകും. ശ്രീനന്ദ, അതിശക്തമായ മഴയായിരുന്നു ഇന്നലെ പകൽ, ഇന്നലെ രാത്രിയിലൊക്കെയുള്ള മഴ ഇന്ന് രാവിലെയും പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 4 ജില്ലകൾക്ക് തിരുവനന്തപുരം, ഇടുക്കി, അതോടൊപ്പം തന്നെ കോട്ടയം, പത്തനംതിട്ട ജില്ലകൾക്കാണല്ലോ യെല്ലോ അലർട്ട്. ഒപ്പം തീരദേശ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പറയൂ. ഗൗതം, തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിലായി ചക്രവാത ചുഴി രൂപം കൊണ്ടിട്ടുണ്ട്. ഇതാണ് ഇത്രയും അധികം മഴ പെയ്യാനുള്ളൊരു കാരണമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇന്നിപ്പോൾ 4 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ്. സന്നിധാനത്തും പമ്പയിലും തന്നെ അതിശക്തമായ മഴ, ഇടിമിന്നലോട് കൂടിയ മഴ പെയ്യുമെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. എന്തായാലും അടുത്ത 3 മണിക്കൂർ സംസ്ഥാനത്ത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലകളിലും ശക്തിയേറിയ ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും ഉണ്ടാവുക. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനുള്ള സാധ്യതയുണ്ടെന്ന് കൂടി പറയുന്നുണ്ട്. ഇപ്പോഴും മത്സ്യബന്ധനത്തിന് വിലക്കുകളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാത്രിയും ഇന്ന് അതിരാവിലെയും അതിശക്തമായ മഴ തന്നെയായിരുന്നു സംസ്ഥാനത്ത് ഉടനീളമുള്ള എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ മഴയ്ക്കൊരു ചെറിയൊരു ശമനം ഉണ്ടായെങ്കിൽ കൂടി തെളിഞ്ഞൊരു കാലാവസ്ഥ ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴും ചെറുതായി തന്നെ മഴ തിരുവനന്തപുരത്ത് തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ, മലയോര മേഖലയിലൊക്കെ തന്നെ അതിശക്തമായ മലയങ്കീഴ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശക്തിയേറിയ കാറ്റോടുകൂടിയ മഴയായിരിക്കും വരും മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഉണ്ടാവുക. അലേർട്ടുകൾ മാറാനുള്ള സാധ്യതയുണ്ട്. 10 മണിക്ക് ഇനി പുതിയ അലേർട്ട് വരും. അപ്പോൾ എന്തായാലും ഒരു മഴ മുന്നറിയിപ്പിൽ വലിയ മാറ്റമായിരിക്കും. ഇനി ഈ മാസം 24 വരെ വളരെ ശക്തിയേറിയ മഴയായിരിക്കും എല്ലാ ജില്ലകളിലും ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാലം തെറ്റിയുള്ള മഴ പെയ്ത്താണ്. ഇപ്പോൾ വൃശ്ചിക മാസമാണ്. സാധാരണയായി തുലാമാസത്തിൽ പെയ്യേണ്ട ശക്തമായ മഴ ഇപ്പോൾ വൃശ്ചിക മാസത്തിൽ പെയ്യുന്നു. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി കാലം തെറ്റിയുള്ള മഴയൊക്കെ നമുക്ക് ശീലമായി കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീനന്ദയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.